ഞാൻ ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ചതാണ് കോൺഗ്രസ്സിൽ. മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടും പിന്നെ അവിടെ ചെയർമാനായിരുന്നപ്പോഴും എല്ലാം നിർത്താതെ ഓടിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. തിക്തമായ അനുഭവങ്ങൾ കുറച്ചുണ്ടായി. ആ അനുഭവങ്ങൾ എന്നെ കുറച്ച് ചിന്തിപ്പിച്ചു. അവിടെ ഒരു ഏകാധിപത്യ പ്രവണതയുടെ ഒരു അടി എനിക്ക് വന്നു. നമ്മൾ പറയുന്നത് കേൾക്കാൻ ചെവി കിട്ടാറില്ല. ഉമ്മൻചാണ്ടി സാറല്ല അത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ചെവി നമുക്ക് തരും, എന്ത് പറയണമെങ്കിലും. നമസ്കാരം. 1995 മുതൽ കോൺഗ്രസ്സുകാരിയായിരുന്ന മുൻ AICC അംഗമായിരുന്ന, അതുകൂടാതെ KPCC ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന വത്സല പ്രസന്നകുമാർ ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുകയാണ്. പറവൂരിലെ മുഖ്യ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഇവർ. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ BJP എന്ന പാർട്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം? നിരവധി ചോദ്യങ്ങളാണ് അവർ BJPയിലേക്ക് ചേക്കേറുമ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും വത്സല പ്രസന്നകുമാർ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. BJPയിലേക്ക് വരാനുള്ള കാരണം ഒന്ന്, നല്ല കാര്യങ്ങളോട് എപ്പോഴും നമുക്ക് ആഭിമുഖ്യമുണ്ട്, അതിൽ സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ മറ്റൊരു പാർട്ടിയിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് പോന്നു എന്നുള്ള ചോദ്യമുണ്ട്. അതിൽ കുറച്ച് എനിക്ക് ഒരു ആകസ്മികമായ തിക്തമായ അനുഭവങ്ങൾ കുറച്ചുണ്ടായി. ആ അനുഭവങ്ങൾ എന്നെ കുറച്ച് ചിന്തിപ്പിച്ചു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇതിലേക്കുള്ള ഇവരുടെ ആ പ്രവർത്തനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അറിവ്, മോദിജിയുടെ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആ പരിപാടികൾ, അതുപോലെ ആയുഷ്മാൻ, കേരളമാണ് ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്നത്. കേരളത്തിൻ്റെ വിഹിതം അടയ്ക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല ആ ഇൻഷുറൻസ്, സൗജന്യമായിട്ട് കിട്ടേണ്ടത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു നന്മ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. അത് കണ്ടപ്പോൾ എനിക്കിതിലേക്ക് പോരാനുള്ള ഒരു കാരണം അവിടെ ഉണ്ടായി. അതുകൊണ്ട് ഞാൻ പോരുകയും ചെയ്തു. അതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഇതിൽ നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് അങ്ങനെ പോകാൻ തോന്നില്ല. പക്ഷേ ആഭിമുഖ്യം എനിക്ക് തോന്നി. ഒപ്പം തന്നെ നമുക്കൊരു ഷോക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. അവിടെ ഒരു ഏകാധിപത്യ പ്രവണതയുടെ ഒരു അടി എനിക്ക് വന്നു. അടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിൽക്കാം, അതിന് വേണ്ട പരിശ്രമം ചെയ്യാമെന്ന് വിചാരിച്ചു. പറവൂരിൽ നിന്നാണോ ഈ ഏകാധിപത്യ പ്രവണത നേരിടേണ്ടി വന്നത്? അല്ലെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നേതൃസ്ഥാനത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരടി കൊണ്ടു. അത് ഒരു ചതി ഉണ്ടായി. എന്തായിരുന്നു? എനിക്കത് വിസ്തരിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടുത്തെ നേതാവ് തന്നെയാണ്. ആ നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ആ തിക്തമായ അനുഭവം ഉണ്ടായത്. പക്ഷേ ആ അനുഭവം വെച്ച് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാറില്ല. എനിക്കത് മാനസികമായ ഒരു വിഷമം തട്ടിയിട്ടാണ്. എത്ര വർഷമായി? 6 വർഷത്തോളമായി. നേതൃത്വത്തോട് ഇത് പറഞ്ഞില്ലേ? പറയാൻ പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് കേൾക്കാൻ ചെവി കിട്ടാറില്ല. ഉമ്മൻചാണ്ടി സാറല്ല അത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ചെവി നമുക്ക് തരും, എന്ത് പറയണമെങ്കിലും. ആ സാറിൻ്റെ ആത്മാവിനോട് ഒരു നന്ദി വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ചതാണ് കോൺഗ്രസ്സിൽ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനോട് ഏത് തിരക്കി ചെന്ന് നമ്മളൊരു കാര്യം പറഞ്ഞാൽ ആ ചെവി നമുക്ക് തരും. അതാണ് നമ്മുടെ അനുഭവം. ആ അനുഭവം വെച്ചിട്ട് ഞാൻ ഈ പറയുന്നവരെ ഒന്നും വിലയിരുത്താൻ കഴിയില്ല, ഒട്ടും കഴിയില്ല. അവരും താരതമ്യമില്ല അതിൽ നിന്നുണ്ടായ ഒരു മാനസിക പ്രയാസം കൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ചത്. എനിക്ക് ചതി, വഞ്ചന അതിനോട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉപേക്ഷിച്ചത്. ഇപ്പോൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാനത് പ്രവർത്തിക്കാൻ തയ്യാറായി. ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും അതിനോട് അനുഭവമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് BJPയിൽ അംഗത്വം എടുത്തിട്ട് 10 വർഷത്തോളമായി. ഞാനെടുത്തില്ല, ഞാനത് എടുക്കാതെ പിടിച്ചു നിന്നു. കാരണം ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഉള്ളവരുണ്ടല്ലോ അതിൽ, എനിക്ക് അവരെ കളയാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ള നല്ല ആളുകൾ ഉള്ളപ്പോൾ നമുക്ക് അവരെ കണ്ടുകൊണ്ട് നമ്മളതിൽ തന്നെ നിന്നു കുറച്ച്. പക്ഷെ നമുക്ക് നേരിട്ട് ഒരു തിക്താനുഭവം ഉണ്ടായപ്പോൾ നമ്മൾ പിന്നെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. ഈ തിക്താനുഭവം ഉണ്ടായപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ല എന്നാണോ പറഞ്ഞത്? അല്ലെങ്കിൽ അത് കേൾക്കാൻ അവർ തയ്യാറായില്ല? സംസ്ഥാന നേതൃത്വം എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വം നമ്മുടെ പറവൂര് തന്നെ ഉണ്ടല്ലോ. സംസ്ഥാനം ഇപ്പം ഞാൻ 6 വർഷം
പുറത്തു പോവാതെ പാർട്ടി പ്രവർത്തനത്തിനൊന്നും പോകാതെ ഞാൻ സജീവമായിട്ട് ഓടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. അത് എൻ്റെ നാട്ടിലെ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അറിയും. എൻ്റെ നാടല്ല, സംസ്ഥാനം ഒട്ടാകെ ഞാൻ നടന്നിരുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടും KPCC ജനറൽ സെക്രട്ടറി ആയിട്ടും പിന്നെ അവിടെ ചെയർമാനായിരുന്നപ്പോഴും എല്ലാം നിർത്താതെ ഓടിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ACC അംഗമായിരുന്നു. ഡൽഹിയിൽ പോകാറുണ്ട്, അവിടുത്തെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ഒന്നിനും മാറി നിന്നിട്ടില്ല. എൻ്റെ വീടും ഭർത്താവിനെയും മക്കളെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇതിനെല്ലാവരും സമ്മതിച്ചിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് 6 വർഷം അതിൽ നിന്ന് ഒന്നും പ്രവർത്തിക്കാതെ വീട്ടിലിരുന്നിട്ട് ഈ പറയുന്ന നേതൃത്വം എന്നോടൊന്നും ചോദിക്കാൻ വന്നില്ല. എൻ്റെ നാട്ടിലുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാവ്, പ്രതിപക്ഷ നേതാവ് തന്നെ എന്നോട് ഒരിക്കലും എൻ്റെ വീട്ടിൽ വന്ന് എന്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് തോന്നാത്തത് അദ്ദേഹത്തിന് അതറിയാം. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രശ്നം തീരാൻ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതുകൊണ്ടാണ്. ഒരു വ്യക്തിയിൽ നിന്നും നേരിട്ട ദുരനുഭവമാണോ, അല്ലെങ്കിൽ ഒരുപാട് നേതാക്കൾ? എന്നെ വേറെ നേതാക്കന്മാർക്ക് നിന്നും എനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു അടി കിട്ടിയപ്പോൾ പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങി, നിശബ്ദം പിൻവാങ്ങി. ഞാൻ പിന്നെ ഒന്നിനും അതിനെക്കുറിച്ച് പരാതിപ്പെടാനോ ഒന്നിനും പോയിട്ടില്ല. ഞാൻ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. മാറി നിന്നപ്പോൾ നേതാക്കളാരും ചോദിച്ചില്ലേ എന്താണ്? ഇല്ല, ചോദിച്ചില്ല. അതെ, ചോദിച്ചില്ല. അതിപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആരോടും വന്ന് പരാതി പറയാനും പോയിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അതുകൊണ്ട് ചോദിക്കാത്തതായിരിക്കും. അത്രേ ഉള്ളൂ. ഒരാൾ പോയി എന്ന് വെച്ചിട്ട് വിഷമമില്ലായിരിക്കും. അപ്പം നമ്മളെ സ്വീകരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പ്രവർത്തിക്കാമല്ലോ. അത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മത്സരിക്കും. അതായത് വർഷങ്ങളായി കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് വത്സല പ്രസന്നകുമാർ. അവരാണ് ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. 6 വർഷത്തോളമായി അവർ കോൺഗ്രസിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. പാർട്ടി നേതൃത്വത്തിൽ നിന്നും മോശമായ തിക്താനുഭവം ഉണ്ടായി എന്ന് അവർ വ്യക്തമാക്കുകയാണ്. ഈ ഒരു പ്രശ്നം എന്താണ് എന്ന് പാർട്ടി നേതൃത്വമോ ആരും തന്നെ അന്വേഷിച്ചില്ല എന്നും അവർ നമ്മളോട് വ്യക്തമാക്കുന്നു. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.